ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള, ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു തോരനും ഒരു ചാറുകറി, ഒഴിച്ചുകറിയും ഒരു പിക്കിളുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വാഴപ്പിണ്ടിയുടെ അകത്തുള്ള ഉണ്ണിക്കാമ്പ്, അതിൻ്റെ കാമ്പ് എടുത്താണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. നമ്മൾ വിളഞ്ഞ കൊലയൊക്കെ വെട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ പിണ്ടി പൊളിച്ചാൽ കിട്ടുന്നതാണ് ഈ ഉണ്ണിക്കാമ്പെന്ന് പറയുന്നത്. വാഴയുടെ കാതലാണത്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഇതെല്ലാം പൊളിച്ച് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യണം. വിരൽ കൊണ്ട് നമുക്കിങ്ങനെ ഓരോ പീസും വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് വിരൽ കൊണ്ട് ചുറ്റിയാൽ അതിനകത്തെ നൂല് മുഴുവൻ നമ്മുടെ വിരലിൽ ഇങ്ങനെ മോതിരം പോലെ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇങ്ങനെ ഒരു 3-4 എണ്ണം മേളി അടുക്കി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് സ്ക്വയർ പീസസ് ആയിട്ട് നമുക്ക് ഞുറുക്കിയെടുക്കാം. അപ്പോൾ പിക്കിളിനുള്ളത് ഒരുവിധം കടുമാങ്ങയ്ക്കൊക്കെ അരിയുന്ന പോലെ സ്ക്വയർ പീസസ് ആയിട്ട് അരിയണം. ചാറുകറിക്കുള്ളത് ഏകദേശം അതുപോലെ അരിയാം. പിന്നെ തോരനുള്ളത് ഇച്ചിരൂടെ കനം കുറച്ച് ചെറുതായിട്ട് നമുക്കരിയാം. ഇത് തോരനുള്ളതാണ്. ചട്ടിക്കകത്തേത് നമ്മൾ ചാറുകറിക്കുള്ളതാണ്. ഇത് പിക്കിളിനുള്ളത് സ്ക്വയർ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തത്. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് നമുക്കൊരു അരമണിക്കൂർ ഇത് മാറ്റി വയ്ക്കണം. അപ്പോൾ അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് കിട്ടും. ഒരുവിധം മുഴുത്ത കഷ്ണങ്ങളായിട്ടാണ് നമ്മളിത് നുറുക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചീനിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. 100 മില്ലി നല്ലെണ്ണ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പിണ്ടി. കണ്ടോ, നന്നായിട്ട് പിഴിഞ്ഞ് തോർന്ന് ഇരിപ്പുണ്ട്. ഉപ്പും വെള്ളമൊക്കെ നന്നായിട്ട് ഇത്രയും വെള്ളം കിട്ടി. പിണ്ടിക്കകത്തുനിന്ന് നമ്മളത്രയും അരിഞ്ഞ് വെച്ചതിനകത്തുനിന്ന് ഇത്രയും വെള്ളം കിട്ടി. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 മുളക് പൊടി, പിരിയമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. 1 സ്പൂൺ ഉലുവ, വറുത്ത് പൊടിച്ച ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കുക. ഉണ്ണിക്കാമ്പ് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി വെക്കുക. അരപ്പില്ല കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു പിക്കിളാണ്. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പിക്കിളാണ്. ഞാൻ പറഞ്ഞില്ലേ, കിഡ്നി സ്റ്റോണും ഒക്കെ പോകാനും കൊളസ്ട്രോളും യൂറിക് ആസിഡും ഒക്കെ, ശരീരത്തിലെ യൂറിക് ആസിഡും കൊളസ്ട്രോളും ഒക്കെ വളരെ കുറയ്ക്കും. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പിക്കിളാണ്. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിടിച്ചതൊന്ന് വഴന്ന് വെന്ത് വരണം. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം.
വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വേകണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിനുണ്ടെങ്കിൽ ചേർക്കണ്ട, അല്ലെങ്കിൽ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം കൂടെ വേണം. വിനാഗിരി കുറച്ചുകൂടെ വേണം ചേർക്കാൻ. എൻ്റെ കയ്യിലെ വിനാഗിരി എല്ലാം തീർന്നു പോയി. ഒരു 1/4 കപ്പ് കുറച്ചുകൂടെ കൂടുതൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇച്ചിരി നേരം ഇതിങ്ങനെ ഇരുന്നൊന്ന് വേകട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അല്പസമയം കഴിയുമ്പോൾ നമുക്കിത് വാങ്ങാം. ഇനി തണുത്ത് കഴിയുമ്പോൾ പിക്കിൾ എങ്ങനെ ആയിരിക്കുന്നതെന്ന് കാണിക്കാം. ഇത് നമ്മൾ കറി വെക്കാനായിട്ടുള്ള ചട്ടിയിലേക്ക് നമുക്ക് ചേർത്തിട്ട് ഒരു 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കണം. ഇത് തോരനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നതാണ്. അതിലേക്ക് നമ്മൾ അല്പം വെള്ളവും 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമുക്കിനി ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെക്കണം. വെള്ളമയം ഇച്ചിരി കുറഞ്ഞിരിക്കാനായിട്ടാണ്. നല്ല തോർന്നൊലന്നിരിക്കും അപ്പോൾ തോരൻ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിഴിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് തോരൻ വയ്ക്കാം. അതാണ് ഒന്നുകൂടെ ഔഷധ ഗുണമുള്ളത്. ഇനി നമുക്ക് ഒഴിച്ചു കറിക്കുള്ള അരപ്പ് തയ്യാറാക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3-4 ചെറിയ വെളുത്തുള്ളി അല്ലി, അത് നന്നായിട്ട് അരച്ച്, ഇപ്പം കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് പറ്റി ഇരിപ്പുണ്ട്, അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അല്പം വെള്ളവും കൂടെ വേണം. കുറച്ച് വെള്ളവും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് കറിയൊന്ന് തിളപ്പിച്ചെടുക്കണം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. കടുക് താളിക്കുന്നതിനായിട്ട് ചെറിയ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞത്, ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നല്ല സ്വാദാണ് ഈ ഒഴിച്ച് കറിക്ക്. അപ്പോൾ താളിപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പിക്കിളും ഒഴിച്ച് കറിയും റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ തോരനാണ് തയ്യാറാക്കുന്നത്. ഒരു 3 പച്ചമുളക്, 4 ടേബിൾ സ്പൂൺ തേങ്ങ ചുരണ്ടിയത്, 5-6 അല്ലി വെളുത്തുള്ളി, നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള അരിഞ്ഞത്, അതിന് പകരം ചുവന്നുള്ളി വേണമെങ്കിലും എടുക്കാം. പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുവിധം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരപ്പിന് വേണ്ട മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിന് കഷ്ണങ്ങളിൽ കുറച്ച് ഉപ്പുണ്ട്, അതുകൊണ്ട് അരപ്പിന് വേണ്ട ഉപ്പ് മാത്രം നമുക്ക് ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വാഴപ്പിണ്ടി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കണം. അപ്പം നമ്മുടെ ശരീരത്തിൽ ദഹിക്കാതെ മുടിയോ അങ്ങനെ നഖമോ
ചെറിയ കല്ലുകളോ ഒക്കെ നമ്മളറിയാതെ നമ്മുടെ വയറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറന്തള്ളും നമ്മുടെ ഈ വാഴപ്പിണ്ടി നമ്മളിങ്ങനെ കഴിച്ചാൽ. അതുപോലെ കിഡ്നി സ്റ്റോൺ പോകാനും ശരീരത്തിലെ യൂറിക് ആസിഡ് കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ ഏറ്റവും ഔഷധ ഗുണമുള്ളതാണ് വാഴപ്പിണ്ടി. അപ്പം എപ്പോഴും ഒന്നും നമുക്ക് വാഴപ്പിണ്ടി കിട്ടുകയില്ല. കൊല വിളഞ്ഞ് വാഴ വെട്ടുമ്പോഴല്ലേ നമുക്കിങ്ങനെ വാഴപ്പിണ്ടി കിട്ടുകയുള്ളൂ. അപ്പോൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ പിക്കിളായിട്ടും തോരനായിട്ടും ഒഴിച്ചുകറിയായിട്ടും ഒക്കെ ഇങ്ങനെ തയ്യാറാക്കണം. നമ്മൾ ഈ തൈര് ചേർത്തുള്ള കറി വേണമെങ്കിലും വെക്കാം. അതുപോലെ ഈ തോരൻ്റെ കൂടെ നമ്മൾ പയറോ പരിപ്പോ ഒക്കെ വേവിച്ച് മിക്സഡ് തോരനായിട്ടും നമുക്ക് വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പം അല്പം വേവും കൂടെ ഉണ്ട്, അതുകൊണ്ട് നമുക്കൊരിച്ചിരി വെള്ളവും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പിക്കിളും തോരനും ഒഴിച്ചുകറിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും പുതുരുചികളുമായി നമുക്ക് വീണ്ടും കാണാം.